തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവുണ്ടാക്കിയ ഒരു വ്യക്തിയോട് നവ്യ നായരും നവ്യയുടെ അച്ഛനും കാണിച്ച വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലാവുന്നത്. നടി നവ്യ നായർക്കെതിരെയും പിതാവിനെതിരെയും വിമർശനവുമായി എത്തിയിരിക്കുകയാണ് സ്റ്റേജ് ആർട്ടിസ്റ്റായ ആലപ്പി സുദർശൻ. നവ്യ മോണോ ആക്ട് പഠിപ്പിച്ച തന്നെ നവ്യയും പിതാവും അവഗണിക്കുകയും വേദനിപ്പിക്കുകയുമാണ് ചെയ്തത്. ധന്യ എന്ന നവ്യ നായർക്ക് കഴിവുണ്ടെന്ന് ഡാൻസ് പഠിപ്പിച്ചയാൾ കണ്ടെത്തുകയും പിന്നീട് എന്നെ വിളിച്ച് പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഫീസ് ഒന്നും അവളുടെ കയ്യിൽ നിന്നും വാങ്ങരുതെന്നും അവൾക്ക് അങ്ങനെ തരാനില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മാത്രമല്ല, അവൾ രക്ഷപ്പെടുമ്പോൾ നിങ്ങളെയും എന്തായാലും അവൾ പരിഗണിക്കും. അത് പ്രകാരം ഞാൻ ആദ്യമായി പഠിപ്പിച്ചത് കുന്തിയും കർണനുമാണ്. മത്സരത്തിൽ നവ്യയ്ക്ക് ഫസ്റ്റും ലഭിച്ചു. പിന്നീട് നവ്യ അങ്ങോട്ട് വളർന്നു. നന്ദനത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി ഞാൻ അടുത്ത ഐറ്റവും പഠിപ്പിച്ചു. അതിനായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയത്. അന്ന് ഞാൻ നവ്യയുടെ അച്ഛനോട് ചോദിച്ചു, എനിക്കൊരു ഡ്രസ്സ് എടുത്ത് തരുമോ എന്ന്. വഴിയിൽ നിന്ന് 100 രൂപയ്ക്കായാലും ഒരു ഡ്രസ്സ് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷേ എന്നോട് പറഞ്ഞ വാക്ക് ഇന്നും ഭയങ്കര വിഷമമുണ്ടാക്കി. പൈസ ഒന്നുമില്ല എന്നായിരുന്നു അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്. ഇവർ താമസിച്ചിരുന്ന ലോഡ്ജിൽ പോയാണ് ഞാൻ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ പട്ടിണി കിടന്ന് ഇവരെ പഠിപ്പിച്ചത്. കാരണം ഇവർ എന്നോട് ഒരു വാക്കുപോലും ചോദിക്കുകയുണ്ടായിരുന്നില്ല ആഹാരം കഴിച്ചു എന്ന്. പക്ഷേ ഇവരൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചത് ഞാൻ കണ്ടു. തൊട്ടടുത്തൊരു ഹോട്ടലോ ഒരു ചായക്കട പോലും ഇല്ലായിരുന്നു. ഞാൻ എത്രയോ മണിക്കൂർ വെയിറ്റ് ചെയ്താണ് ഞാൻ നവ്യ നായർ അവസാനം കണ്ട് ഈ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തത്. മാത്രമല്ല, സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയതിനു ശേഷം നവ്യയ്ക്കൊപ്പം ഒരുമിച്ചൊരു ഫോട്ടോ വേണമെന്ന് പത്രക്കാർ പറഞ്ഞപ്പോൾ പോലും അതിന്റെ കാര്യമൊന്നുമില്ല എന്നായിരുന്നു നവ്യയുടെ അച്ഛൻ പറഞ്ഞത്. വളരെ വിഷമത്തോടു കൂടിയാണ് ആലപ്പി സുദർശൻ ഈ ഒരു കാര്യം ഈ അടുത്ത് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ഒരുപാട് പേരാണ് നവ്യ നായരെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ രംഗത്ത് വരികയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.